ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മൈ പ്രഗ്നൻസി ജേർണി ആണ്. മൈ പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ടൈം ആയി, ഒരു 2 years ഒക്കെ ആയി. പക്ഷേ എൻ്റെ ആ ഒരു പീരീഡിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം എന്നാണ് കരുതുന്നത്. മേ ബി ഇത് പുതിയ ആളുകൾക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എൻ്റെ മൂത്ത ആളും അതുപോലെ തന്നെ രണ്ടാമത്തെ ആളും തമ്മിൽ ഒരു 9 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പറയാട്ടോ. വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയ സമയത്ത് നന്നായിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, നല്ല ടയേർഡായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി ടയേർഡായിട്ടുള്ള ഒരു പ്രഗ്നൻസി ജേർണി ആയിരുന്നു എൻ്റെ ഫസ്റ്റത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ മോളായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ഛർദ്ദിക്കുന്ന അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ പ്രഗ്നൻസി. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഫിസിക്കലി നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ പറയുക, പുറം വേദന, നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും എൻ്റെ അടുത്തോട്ട് പോലും അടുപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 5 months എനിക്ക് വോമിറ്റിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഗ്രാജുവലി മെല്ലെ മെല്ലെ അതൊക്കെ അങ്ങനെ മാറി. പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ടൊന്ന് ഫുഡ് കഴിച്ചു തുടങ്ങിയത് തന്നെ ഒരു 7 months കഴിയാനൊക്കെ ആയപ്പോൾ മുതലാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമായിരുന്നു ഫസ്റ്റത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാവണം, അല്ലാതെ മറ്റുള്ളവർ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക. ഒരിക്കലും ഒരു മദർഹുഡിനെ ഹഗ് ചെയ്യാതിരിക്കുക. അതെപ്പോഴും നമ്മളുടെ ചോയ്സ് തന്നെയായിരിക്കും. കാരണം നമ്മളാണ് മെൻ്റലി പ്രിപ്പയർഡ് ആവേണ്ടത്, ഫിസിക്കലി പ്രിപ്പയർഡ് ആവേണ്ടത് ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് കേട്ടോ ഈ എന്താ പറയുക പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക നല്ല മെമ്മറീസ് നമ്മുടെ ലൈഫിൽ തരുന്ന ഒരു പീരീഡാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന ടൈമിൽ വേണം ആ ഒരു എന്താ പറയുക ഫേസിലൂടെ കടന്നു പോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, നമ്മൾ വിചാരിക്കുമ്പോൾ ആവില്ലല്ലോ, അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ റൈറ്റാണ്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താണ് ആഗ്രഹിക്കാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മെന്റലി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ പറ്റില്ല. അതുപോലെ നമ്മളുടെ കുറേ ഇഷ്ടങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഫേസ് ആണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ വിഷമിക്കരുത് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു ചെറിയൊരു പീരിയഡിൽ മാത്രമുള്ള ഒരു എന്താ പറയുക ബുദ്ധിമുട്ടാണെന്ന്, അല്ലെങ്കിൽ ചെറിയൊരു കാലയളവിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഫേസ് ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു നോർമൽ ആവാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ വേണ്ടാന്ന് തന്നെ വെക്കുക. എന്നിട്ട് അതുമില്ലല്ലോ ഇതുമില്ലല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്നതിലും നല്ലത് നമ്മൾ എന്താണ്, ഒരെണ്ണത്തെ കൂടുതൽ എന്താ പറയുക, ഒരെണ്ണത്തെ നമ്മൾ ആ ഒരു ഫേസിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ പഠിപ്പായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കരിയർ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലർക്ക് മിസ്സായി പോകും. പക്ഷെ ഈ സെക്കൻഡ് പ്രഗ്നൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രശ്നങ്ങളൊന്നും സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ഞാൻ എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഹാപ്പി ആവുക എന്ന് പറയില്ല, ആ ഒരു ടൈം തന്നെ ആയിരുന്നു അത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫസ്റ്റത്തെ ഒരു റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫിസിക്കലി നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. അതായത് എനിക്കതൊരു ബേർഡൻ ആയിട്ട് ഒരിക്കലും തോന്നിയില്ല. ഫസ്റ്റിൽ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു, പുറം വേദന,
പിന്നെ അതുപോലെ എന്താണ് നമുക്കതൊരു പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എന്താ പറയുക ഫേസ് ചെയ്യുക. അത് നമുക്ക് എങ്ങനെ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ സെക്കൻഡ് പ്രഗ്നൻസി ഞാനത് പക്ഷെ എനിക്കതൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. എനിക്ക് ഇങ്ങനെയായിരുന്നു അത് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്നെ മടിപ്പിച്ചെന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ എത്തുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതും അതുപോലെ തന്നെ ആവോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ശരിക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഞാൻ എന്താ പറയുക ഫസ്റ്റത്തെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എന്നെ വിഷമിപ്പിച്ച കാര്യങ്ങളൊന്നും ഫസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയിൽ. അതുപോലെ തന്നെ എന്താ പറയുക യാത്രകൾ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക വോമിറ്റിങ് കാര്യങ്ങൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വളരെ റെയറായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടായി അങ്ങനെയൊക്കെ വോമിറ്റിങ്, അല്ലാതെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഫസ്റ്റത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതായിരുന്നു. പക്ഷെ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു കേട്ടോ. പിന്നെന്താ പറയാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ അതാ ഒരു ഏജ് ഗ്യാപ്പിന്റെ ഡിഫറൻസ് കൂടെ ആവാം. ആ സമയത്ത് നമ്മുടെ ആദ്യം പ്രഗ്നന്റ് ആവില്ലേ, ആ സമയത്ത് ആളുകളായിക്കോട്ടെ നമ്മളുടെ ചുറ്റുപാടായിക്കോട്ടെ അന്നത്തെ ഒരു ഇതിൽ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇതുകൊണ്ടാണെന്ന് ആൾക്കാർ പറയുമോ എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ അങ്ങനത്തെ വരുമോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. പക്ഷെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനത്തെ യാതൊരു പേടിയുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്താ പറയാ നമുക്ക് അറിയാലോ നമ്മുടെ ഫിസിക്കലി നമ്മൾ എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ പറ്റും, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടും. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഒക്കെ എന്താണ് ഓരോരുത്തരും ഓരോ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ പ്രഗ്നൻസി ജേർണിയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കുറെ പേര് ചോദിക്കും, അല്ലെങ്കിൽ വേറെ പണിയില്ലേന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാൾക്ക് ഇതിലൊരു കോൺഫിഡൻസ് കിട്ടും. അതെന്താണെന്ന് വെച്ചാല് നമുക്കിത് എല്ലാവരും അതിനൊരു വലിയൊരു സംഭവമായിട്ട് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് ആയിരുന്നു കണ്ടുപോന്നിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആളുകളുടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താ പറയാ ജേർണി ആയിട്ടാണ് ഞാൻ ഈ പ്രഗ്നൻസി ജേർണിനെ ഇപ്പൊ പറയുന്നത്. പിന്നെ ഈ പ്രഗ്നൻസി ജേർണിയിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മൾ യാത്രകൾ പോവുക, അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഫുഡ് ആയിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടണമെന്നില്ല, ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ഇതൊക്കെ ഇവൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓപ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നല്ല ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്രേവിങ്സ് വരും. അതായത് പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ചില കാര്യങ്ങൾ കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം വരും, അപ്പൊ നമ്മളത് കഴിക്കുക. അതുപോലെ തന്നെ യാത്ര പോവേണ്ട. ഇപ്പൊ ഞാൻ ഈ ഒരു പീരീഡ് അതായത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ, അതിന്റെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തായാലും പോകണം, അങ്ങനെ ഒരു ചിന്താഗതിയിലൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമുക്ക് ജസ്റ്റ് ഔട്ട് പോകാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ പോവുക, അപ്പൊ നമുക്കതൊരു എൻജോയ്മെന്റ് ആണ്. അല്ലാതെ ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാല് നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ റൂം തന്നെയാണ്. അതായത് അവിടെ പോയിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയാ പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ പോവാം എന്ന് മാത്രം. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഫുഡുകൾ നമ്മൾ എന്താ പറയുക കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. വെറുതെ നമ്മൾ കുറെ ഫാറ്റ് ഗെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ കഴിക്കുക. ചിലർക്ക് പക്ഷെ ചോറൊക്കെ കഴിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്താ പറയുക ഷുഗർ അതുപോലെ തൈറോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോൾ എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ഷുഗർ ഉണ്ടായിരുന്നു. എന്താ പറയുക നമുക്ക് ഡയറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അരി ഭക്ഷണമൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഷുഗർ ഇല്ലാത്ത ആളുകളാണെങ്കിലും
നല്ലൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നത് പ്രഗ്നൻസി ടൈമിൽ നല്ലതാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഡയറ്റ് മാത്രം ഫോളോ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഷുഗർ കൂടുതലായിരുന്നു എന്ന്. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്താ പറയുക, ചായ ഒന്നും ആ സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ കാപ്പി നല്ല എന്താ പറയുക കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് എനിക്കില്ല, സാധാരണ എൻ്റെ ഒരു ലൈഫ് എടുക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു കപ്പ് ചായ നിർബന്ധമാണ്. പക്ഷെ ആ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ ടോട്ടലി ഒഴിവാക്കിയ ഒരു സംഭവമായിരുന്നു കേട്ടോ ചായ എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മാത്രമല്ല എനിക്കത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വോമിറ്റ് വരും. അത് കഴിച്ചാൽ എനിക്ക് അങ്ങനെ, പക്ഷെ ഞാനത് കഴിക്കാറില്ല. പക്ഷെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരെണ്ണമൊന്നും കഴിച്ചാൽ, ഒരു കാപ്പിയൊന്നും കുടിച്ചാൽ പോരാന്ന് തോന്നും. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കാപ്പി കുടിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയും കുടിക്കാനൊരു താല്പര്യം വരുമ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ അപ്പോൾ ഈ ഷുഗർ ഉള്ളത് കാരണം തന്നെ നമ്മൾ മധുരമൊക്കെ മാക്സിമം ഒഴിവാക്കും. അതുപോലെ തന്നെ ചോറ് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കും. ഫ്രൂട്ട്സൊക്കെ ചില ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ പോയി ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഏതെങ്കിലും ഒരു ഷെയ്ക്കോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. കാരണം നമുക്ക് അത്രയും നമ്മളത് മാറ്റി വെച്ചൊരു സംഭവമല്ല. അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ കഴിക്കും. എനിക്കപ്പോൾ ആ സമയത്ത് അത് കഴിച്ചിരിക്കണം എന്ന പോലെ ഒരു എന്താ പറയുക, ഒരു നിർബന്ധം പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കേട്ടോ. കാരണം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസുലിൻ ഒന്നും എടുക്കേണ്ടി വന്നില്ല. പലതവണ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത്, എന്താണ് ഷുഗർ കൂടുതലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസുലിൻ വെക്കേണ്ടി വരും എന്നൊക്കെ. എല്ലാ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടാണ് വിടുക. കാരണം അടുത്ത തവണ ചെക്കപ്പ് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിൽ ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ വരണ്ട, നീ നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോന്നാ പറയുക. അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് പേടിയുടെ പ്രശ്നമുള്ള കാരണമായിരിക്കും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ആ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫലൂദയോ ജ്യൂസോ ഷേക്കോ അങ്ങനെ എന്താ വേണ്ടിച്ചാൽ അതും ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ നന്നായിട്ട് എന്താ പറയുക ഫുഡിന്റെ കാര്യം കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, തീരെ ഷുഗറിന്റെ പ്രശ്നം. നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞൊരു ടൈമായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസി. എനിക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് പറയും. പക്ഷെ എൻ്റെ അടുത്ത് ഡോക്ടർ പറയും നിർബന്ധമായിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ ഉറങ്ങണം എന്നാ പറയുക. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ് അത്ര. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടയർഡായിരുന്നു. വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും ടെൻഷൻ ഉണ്ടാവും നമ്മൾ ഈ പ്രഗ്നന്റ് ആവുന്നവർക്ക്. അതായത് നമ്മൾ ഒരാൾ മാത്രമല്ലല്ലോ, ഉള്ളിൽ ഒരാളും കൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൂവ്മെന്റ്സിനെ പറ്റിയിട്ടും അവരുടെ ഗ്രോത്തിനെ പറ്റിയിട്ടും ഒക്കെ ഏത് സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് കേട്ടോ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്യൂരിയസ് ആയിരിക്കും. കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഇത് കുട്ടിക്ക് പറ്റായികയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കോൺഷ്യസ്. അതായത് നമ്മളുടെ മെന്റലി നമ്മൾ ഭയങ്കര ട്രോമാറ്റിക് ആയിരിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണല്ലോ. കുഞ്ഞ് നമ്മുടെ വയറ്റിലല്ലേ, അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ചിന്തകൾ നമ്മളിൽ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയുക പ്രഗ്നന്റ് ആയ ഒരാളോട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ തോട്ട്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമുക്ക് അങ്ങനെയുള്ള തോട്ട് വരുമ്പോൾ നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യാം, ആശ്വസിപ്പിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, ഓക്കെ ആയിരിക്കും, ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ സ്വയം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിൽ തന്നെ എടുക്കും. ടെൻഷൻസ് തീർച്ചയായിട്ടും നമുക്ക് വരും. അത് എനിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കാരണം കുട്ടി വെയിറ്റ് ഉണ്ടാവില്ലേ, കുട്ടിക്ക് ഓക്കെ ആവില്ല, അങ്ങനെയുള്ള നമ്മുടെ മദേഴ്സിന് അങ്ങനെ വരും. അതെന്തായാലും എങ്ങനെ ഉണ്ടാവും എന്താവും എന്നുള്ള ഒരു
അപ്പം അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷൻ തന്നെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ലതാണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നത്, ഞാൻ നല്ല ഹെൽത്തിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. നമ്മൾ പ്രഗ്നൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ദെൻ നമുക്ക് പ്രഗ്നൻസിയിലെ ഏറ്റവും വേറൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എപ്പോഴും ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എടപ്പാൾ ഹോസ്പിറ്റലിൽ ആശ ഡോക്ടറെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇനിയിപ്പോൾ എന്ത് ഇത് വന്നാലും ആ ഡോക്ടറെ തന്നെ കാണിക്കുള്ളൂ, അങ്ങനത്തെ എനിക്ക് ഒരു കോൺഫിഡൻസ് ആണ് ആ ഡോക്ടർ. അങ്ങനെയാണ് എനിക്ക് ചെയ്യുക. അല്ലാതെ അവരൊരു അഭിപ്രായം പറഞ്ഞു, ഇവരൊരു അഭിപ്രായം പറഞ്ഞു, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷനായി, അങ്ങനെയല്ല. നമുക്ക് മെന്റലി തോന്നും ഇന്ന ഡോക്ടറാണ് ആപ്റ്റ് എന്നുള്ളത്, അവരെ പോയി കാണുക, അവർ പറയുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മരുന്നായിക്കോട്ടെ, അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അതേപോലെ ഫോളോ ചെയ്യാം. നമ്മളൊരു സെൽഫ് ഡോക്ടർ ആവേണ്ട ആവശ്യം ആ ഒരു പീരീഡിൽ ഇല്ല കേട്ടോ. പിന്നീട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഓപ്പൺ ആയിരിക്കണം ഡോക്ടറെ അടുത്ത്. എന്താന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡൗട്ട് ആണെങ്കിൽ പോലും അത് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ആളുകൾ പറയും ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഓഫ് കോഴ്സ് സാധാരണ ആയിട്ടുള്ളതായിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ടുകൾ, അത് വിശ്വാസമുള്ളവർ പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കൂ എന്ന് പറയുന്ന പോലെ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ക്ലിയർ ആവുന്നവരെയും ചോദിക്കുക എന്നുള്ളതാണ്. യാത്രകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരുപാട് ലോങ് യാത്രകളൊന്നും പോണത് അതിലൊന്നും എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ യാത്രകൾ പോകുന്നത് നമ്മൾ മെന്റലി സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഞാൻ റിലാക്സ്ഡ് ആയിരുന്നു. എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്നാൽ തന്നെ ഞാൻ കംഫർട്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് ഓപ്റ്റ് ചെയ്യാനായിരുന്നു താല്പര്യം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഓവറായിട്ട് നമ്മൾ ആഫ്റ്റർ ഡെലിവറിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞാൽ, അതായത് ഡെലിവറി കഴിഞ്ഞാൽ വണ്ണം വെക്കും, നമ്മുടെ ഫിസിക്കലി നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മളുടെ ആ ഒരു ജേർണിയുടെ ഭാഗമാണ് അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ആവേണ്ട ആവശ്യമില്ല. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. അതുപോലെ തന്നെ അവർ ഇന്നതുപോലെ ചെയ്യും, ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും. അതായത് ഡെലിവറി കഴിഞ്ഞാൽ ഇന്നതുപോലെയൊക്കെ ചെയ്യണം, കുട്ടീനെ ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, അത് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ആ ഒരു ഫേസ്, അതായത് ഇപ്പം ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ഉള്ളതല്ല. ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യാൻ തുടങ്ങും. അത്രയും സമയമല്ലേ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടുള്ളൂ, അത് നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒട്ടും കെയർ ചെയ്തിരുന്നില്ല. അതായത് സ്കിൻ കെയർ, ബോഡി കെയർ, ഹെയർ കെയർ, ഇതിൽ മൂന്നിലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ചിലർക്ക് നന്നായിട്ട് സ്കിന്നൊക്കെ ഉണ്ടാവും, ചിലർക്ക് മുടി ഹെയർ ഫാൾ ഉണ്ടാവും, ചിലർ നന്നായി വണ്ണം വെക്കും, ചിലർ നന്നായിട്ട് വണ്ണം കുറയും. ഞാൻ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡിൽ എനിക്കങ്ങനെ ഫിസിക്കലി വലിയ മാറ്റമൊന്നും വന്നിരുന്നില്ല. അതായത് കൂടിയിട്ടൊന്നുമില്ല. അതായത് ഗ്രോത്ത് വെയിറ്റ് നോക്കുമ്പോൾ ഉണ്ടാവും, പക്ഷെ എന്നെ കാണുമ്പോൾ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്ത പോലെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ ഒരു പീരീഡിൽ എനിക്കതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ വണ്ണം വെക്കും, എൻ്റെ ഭംഗി കുറയും, അതുപോലെ തന്നെ എൻ്റെ മുടി പോവും, അതിലൊന്നും ഞാൻ ഒട്ടും കെയറല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഫേസിലാണെങ്കിൽ പോലും മുഖത്താണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ പോലും എനിക്കത് അത് അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. നമ്മൾ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങനെ മുന്നോട്ട് പോകാന്ന് മാത്രം. അതൊന്നും ഞാൻ ഒരുപാട് കെയർ ചെയ്യാറില്ല. പറയാൻ വന്നത്, നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുക. അല്ലാതെ അവരൊരു അഭിപ്രായം പറഞ്ഞു, ഇവരൊരു അഭിപ്രായം പറഞ്ഞു, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായി, അങ്ങനെയല്ല. നമുക്ക് മെന്റലി തോന്നും ഇന്ന ഡോക്ടറാണ് ആപ്റ്റ് എന്നുള്ളത്, അവരെ പോയി കാണുക, അവർ പറയുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മരുന്നായിക്കോട്ടെ, അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അതേപോലെ ഫോളോ ചെയ്യാം. നമ്മൾ ഡോക്ടറെ അടുത്ത് തന്നെ ഡയറക്റ്റ് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഓപ്പൺ ആയിരിക്കുക
ചോദിക്കണം ഡോക്ടറെ അടുത്ത്. എന്താന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡൗട്ട് ആണെങ്കിൽ പോലും അത് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ആളുകൾ പറയും ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഓഫ് കോഴ്സ് സാധാരണ ആയിട്ടുള്ളതായിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ടുകൾ, അത് വിശ്വാസമുള്ളവർ പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കൂ എന്ന് പറയുന്ന പോലെ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ക്ലിയർ ആവുന്നവരെയും ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രഗ്നൻസി ടൈമിൽ. അതൊരു 5 months ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ വെള്ളം കുടിച്ചാലും വോമിറ്റ് ചെയ്യും എന്നുള്ള അവസ്ഥയാണ്. ഒരു 5 monthsോളം എനിക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ട് മെഡിസിൻസും ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷീണം എന്ന് വെച്ചാൽ ടയേർഡായിരുന്നു. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് കയറ്റേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അതൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ സെക്കൻഡ് ടൈം ആയപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് എനിക്ക് രാവിലെ കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കണം, ഒരു 3 മണിക്ക് കഴിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഭയങ്കര വിശപ്പ്. എനിക്ക് അറിയില്ല അത് എന്താണെന്നുള്ളത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഒരു വിശപ്പ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു എന്താ പറയുക വിശപ്പും ഉണ്ടായിരുന്നുണ്ട്, വെറുതെ തോന്നുന്നതല്ല. നന്നായിട്ട് വിശക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് ഷിവർ ചെയ്യും. അങ്ങനെയായിരുന്നു. അത് മേ ബി ഷുഗർ ഉള്ളത് കൊണ്ട് കൂടിയൊക്കെ ആയിരിക്കാം സെക്കൻഡ് പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഷുഗർ വന്നപ്പോൾ കുറച്ച് കൺട്രോൾ ആയിരുന്നില്ല. പക്ഷെ ഞാൻ എന്താണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓട്സ്, അതുപോലെ തന്നെ റോബസ്റ്റ്, കുക്കുംബർ, അതൊക്കെ നന്നായിട്ട് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഫുഡായിട്ട് അങ്ങനെ മെയിനായിട്ട് കഴിച്ചിരുന്നത്. പിന്നെ ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഒരു 5 മാസം വരെ എനിക്ക് ചിക്കനും മീനും ഒന്നും ഇഷ്ടമായിരുന്നില്ല. ഞാൻ സാധാരണ എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, എനിക്ക് ചിക്കനും മീനൊന്നും ഇല്ലാതെ പറ്റില്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ചായിരുന്നു. എൻ്റെ മോന് ഒരു 5 മാസം ചിക്കനും മീനൊന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് തീരെ പറ്റിയിരുന്നില്ല. ഒരു 5 monthsനൊക്കെ ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ പലർക്കും ഒരു വിഷമാണ്. എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി എന്തിനാണ് അങ്ങനെയുള്ള ചിന്തകൾ എന്നുള്ളത് പോലും എനിക്ക് മനസ്സിലാവാറില്ല. നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ, കുറച്ചൊരു സമയമില്ല. ആ സമയം കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ, അതിലും നല്ല രീതിയിലുള്ള എല്ലാ ഡ്രസ്സസിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീരീഡിൽ പ്രഗ്നൻസി ടൈമിൽ മാക്സിമം എന്താ പറയുക, കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് ഫ്ലയേർഡ് ഡ്രസ്സസ് ധരിക്കുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളുടെ ആ ഒരു പ്രഗ്നൻസി, നമ്മളുടെ ബോഡി കാണാൻ നല്ല ഭംഗിയാണ്. അല്ലാതെ നമുക്ക് നല്ല ഷേപ്പുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് മോഡേൺ ഡ്രസ്സുകൾ ഇടാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടം അത് നമുക്ക് ധരിക്കാം. അതെന്താണ്, നമുക്ക് നഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമാണോ നമുക്ക് ധരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പ്രഗ്നൻസി ജേർണിയിൽ എപ്പോഴുള്ള ഒരു തോട്ടാണ് ബോയ് ഓർ ഗേൾ എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു തോട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അത് ഹെൽത്തി ആയാൽ മാത്രം മതി. അത്രേ നമ്മൾ ആഗ്രഹിക്കേണ്ടുള്ളൂ. എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു ആൺകുട്ടിയാവണം, ഒരു പെൺകുട്ടിയാവണം, അങ്ങനെ ഒരു ആഗ്രഹം തന്നെ നമുക്ക് ആവശ്യമില്ല. കാരണം ആണായാലും പെണ്ണായാലും നമ്മുടെ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് നല്ല ജീവിത സാഹചര്യം, നല്ല ഭക്ഷണം, നല്ല വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു ആണാണ് അതിൻ്റെ പരിമിതികൾ, അല്ലെങ്കിൽ ഒരു പെണ്ണാണ് അതിൻ്റെ അപ്പോൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല എഡ്യൂക്കേഷൻ, നല്ല ജീവിത സാഹചര്യങ്ങൾ, നല്ല സ്നേഹം കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ആൺകുട്ടിയാണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചിട്ട് 2 തരത്തിൽ നമ്മൾ കുട്ടികളെ ഒരിക്കലും ട്രീറ്റ് ചെയ്യരുത്, 2 തരത്തിൽ ഒരിക്കലും കാണരുത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആൺ പെൺ വേർതിരിവില്ല. എന്നാലും അങ്ങനെ കാണുന്ന ചില ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഒരു ആൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയാവണം, ഒരു പെൺകുട്ടിയാണെങ്കിൽ അടുത്തത് ഒരു ആൺകുട്ടിയാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുട്ടി ഹെൽത്തി ആയിരുന്നോ നമ്മൾ ഹാപ്പിയാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിരിക്കേണ്ട, അല്ലെങ്കിൽ
നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു മദർഹുഡ് എന്ന് പറയുന്നത്. നമ്മളൊരു കുട്ടീനെ, ചെറിയ കുട്ടീനെ നമ്മുടെ കയ്യിലോട്ട് കൊടുന്ന് തരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ കുട്ടിയാണോ പെണ്ണോ അങ്ങനെയുള്ള ഒരു ചിന്തയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പീരീഡ് നമ്മൾക്ക് കുട്ടികളെ നന്നായി സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു സാഹചര്യത്തിലും അവർക്ക് കൊടുക്കേണ്ടത് അത് മാത്രമാണ്. അല്ലാതെ ഒരുപാട് എന്താ പറയുക സാധനങ്ങൾ മേടിച്ചു കൊടുത്തോണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കുറേ യാത്രകൾ കൊണ്ടുപോയോണ്ടോ ഒന്നല്ല. അവർക്ക് ഏറ്റവും നല്ലൊരു സാഹചര്യം, ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ നന്നായി സ്നേഹിക്കുക അവരെ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനൊന്നും യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പ്രഗ്നൻസി ജേർണീനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ കൂടി പറയാനുള്ളത്. ഏറ്റവും ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫേസിന് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നല്ല എക്സ്പീരിയൻസുകൾ നമ്മൾ എടുക്കുക. നമ്മളിപ്പോൾ എന്താ പറയുക, സ്വയം നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്കാണ്. അപ്പം അതിൽ മാറ്റങ്ങൾ വരുന്നതും പിന്നെ നമ്മുടെ മൈൻഡ് ആണെങ്കിലും നമുക്ക് തന്നെയാണ് നമ്മളെ നന്നായിട്ട് അറിയുക. അപ്പോൾ ഏതൊക്കെ നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്ട്രെസ് വളരെയധികം കുറയ്ക്കുക. പിന്നെ നമ്മൾ ആ സമയത്ത് നമുക്ക് വേറെ എന്താണ് ആഫ്റ്റർ നമ്മളുടെ ഇതെന്താവും എന്നുള്ളതിനെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടാനുള്ളത് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ഒരു ജേർണിയിൽ, പ്രഗ്നൻസി ജേർണിയിൽ എനിക്ക് എപ്പോഴും ഫീൽ ആയിട്ടുള്ളത്. ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് ചിലപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ പ്രഗ്നൻസി ജേർണിയും. ചിലപ്പോൾ അതെന്താണ്, ചിലർക്ക് നല്ല ഈസി ആയിരിക്കാം, ചിലർക്ക് നല്ല എന്താ പറയുക ടഫായിരിക്കാം. പക്ഷെ അത് ഡിപ്പെൻസ് അപ്പോൾ ഓരോരുത്തരുടെ ഇതുപോലെയാണ്. മാക്സിമം എന്താണ് നമ്മൾ പോസിറ്റീവ് ആയിരിക്കുക, നല്ല ചിന്തകളായിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് അത്തരം ജേർണികളൊക്കെ നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിനെ നല്ല ഇഷ്ടത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.